ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റിനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം, IV തിയറം. അതിൻ്റെ ഫസ്റ്റ് വേർഷൻ അതുപോലെ തന്നെ സെക്കൻഡ് വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 തരമുണ്ട്. ഓക്കെ, 2 വേർഷനുകളുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളുമാണ്. ഓക്കെ, ആദ്യം എന്താണ് ഒരു ഫങ്ഷൻ ഉണ്ട് നമ്മളെ അടുത്ത്, അത് കണ്ടിന്യൂസ് ആണ് ഓൺ ദി ക്ലോസ്ഡ് ഇൻ്റർവെൽ AB. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ അതുപോലെ തന്നെ വേറൊരു നമ്പർ ഉണ്ട് C എന്ന് പറയുന്ന നമ്പർ. അതിൻ്റെ പ്രത്യേകത ആണ് പറയുന്നത് f(a) ഫങ്ഷൻ എൻ്റെ ഫങ്ഷൻ വാല്യൂൻ്റെയും ബീൻ്റെ ഫങ്ഷൻ വാല്യൂ, അതായത് f(b)ൻ്റെ ഇടയിലാണ് C എങ്കിൽ അങ്ങനെയാണ് എങ്കിൽ നിർബന്ധമായിട്ടും ഒരു പോയിന്റ് ഉണ്ടായിരിക്കും x0. അതിൻ്റെ വാല്യൂ എന്താണ്, ഫങ്ഷൻ്റെ വാല്യൂ അറ്റ് x0 എന്തായിരിക്കും, C ആയിരിക്കും. അതാണ് പ്രൂവ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ആവണം നിർബന്ധമാണ്. ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് ഓൺ ദി ക്ലോസ്ഡ് ഇൻ്റർവെൽ AB. f(a)ൻ്റെയും f(b)യുടെയും ഇടയിൽ ഒരു നമ്പർ ഉണ്ട്. ഏതോ C ആയിക്കോട്ടെ D ആയിക്കോട്ടെ, എന്തോ ഒരു നമ്പർ. ആ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇടയിലായിട്ടൊരു നമ്പർ ഉണ്ട് എങ്കിൽ, ഇടയിൽ നിന്നുള്ളതിനെ കൊണ്ടാണ് <= എന്നോ അല്ലെ <= കൺസെപ്റ്റ്സും പറയാം. ഇടയിലാണ് എങ്കിൽ നിർബന്ധമായിട്ട് ഒരു x0 ഉണ്ടായിരിക്കും. എന്തിൻ്റെ, ഓപ്പൺ ഇൻ്റർവെൽ ABക്കിടയിൽ ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. ആ എലമെൻ്റ് x0 എന്ന് പറയും. ആ x0ൻ്റെ വാല്യൂ എന്തായിരിക്കും, C ആയിരിക്കും. ഓക്കെ, അതായത് ഫങ്ഷൻ്റെ വാല്യൂ C ആയിരിക്കും. ഇതാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുന്നത്. F കണ്ടിന്യൂസ് ആവണം. F കണ്ടിന്യൂസും അതുപോലെ തന്നെ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB. അങ്ങനെയാണ് എങ്കിൽ ഒരു C ഉണ്ട്. ഏതിൻ്റെ, f(a)ൻ്റെ f(b)ൻ്റെ ഇടയിൽ C ഉണ്ട് എങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്രാഫ് ഉണ്ട്. ഇപ്പം ഇതാണ് ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഇതാണ് ഇവിടുത്തെ ഫങ്ഷൻ F. ഇത് A, ഇത് B, ഇൻ്റർവെൽ B അല്ലേ, B ഇൻ്റർവെൽ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ f(a) ഈ കുഞ്ഞാപ്പ് ആണ് അല്ലേ, ഇതാണ് f(b), ഇതാ ഈ കുഞ്ഞാപ്പ് ആണ് f(b). അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു C ഉണ്ട്, ഇയാളാണ് C എങ്കിൽ ഇതിനെക്കാട്ടിലും വലുതാണിത്, ഇതിനെക്കാട്ടിലും ചെറുതാണ്. അതായത് ബിറ്റ്വീൻ f(a) ആൻഡ് f(b). അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ ഇതേ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു x0 ഉണ്ടായിരിക്കും എൻ്റെയും ബീൻ്റെ ഇടയിൽ അല്ലേ. അതായത് f(x0) എന്തായിരിക്കും, ഈ കുഞ്ഞാപ്പ് C എന്ന പറയുന്ന കുഞ്ഞാപ്പ് ആയിരിക്കും. ഇത്രേ പറയുന്നുള്ളൂ. അതിനെയാണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാം. എന്താണ് ആദ്യത്തെ പ്രോബ്ലം ഒന്നാമത്തെ എക്സാമ്പിളാണ്. എക്സാമ്പിൾ എന്താണ് പറയുന്നത്, show that there is a number x0 such that x0 raised to 5 minus x0 = 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു x0 ഉണ്ട് എന്ന് ഷോ ചെയ്യാനാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ സിമ്പിളാണ്. നമ്മളിപ്പം കഴിഞ്ഞ തിയറാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് നമുക്കറിയാം ലെറ്റ് f(x) എന്താണെന്ന് നമുക്കറിയാം, x0ൻ്റെ സ്ഥാനത്ത് x5 മൈനസ് x ആണ്. ഇനി നമുക്ക് f(0) എന്താണെന്ന് നോക്കാം. f(0) എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്, 0 raised to 5 മൈനസ് 0 തന്നെയാണ് കിട്ടുക. f(1) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക, 1 raised to 5 മൈനസ് 1 which is equal to 1 minus 1 which is equal to 0. അപ്പോൾ അതും ഓക്കെ. ഇനി f(2) എന്താ കിട്ടുക നോക്കാം. f(2) = എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 raised to 5 മൈനസ് 2 which is equal to 2 raised to 5 എന്ന് പറയുമ്പോൾ 32 മൈനസ് അല്ലേ, 32 അല്ലേ. 2 raised to 5 എന്ന് പറയുമ്പോൾ 2² എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താ നമുക്ക് കിട്ടുക, 2³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8
2 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 4 × 8 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 32. ഓക്കെ, അപ്പോൾ 32 അല്ലേ, 32 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പം ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 3 എന്ന് പറയുന്നത് ഹിയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ലെസ് ദാൻ അല്ലേ, ഹിയർ 0 ലെസ് ദാൻ 3 ലെസ് ദാൻ എന്താണ് 30 ആണ്. വിച്ച് ഇംപ്ലൈസ് അതിൻ്റെ മീനിങ് എന്താണ്, f of 0 ലെസ് ദാൻ 3 ലെസ് ദാൻ എന്താണ് 30 ആൻഡ് f of x എന്താണ് കണ്ടിന്യൂസ് ആണ് ഓൺ ദി ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഏതായിരുന്നു ക്ലോസ്ഡ് ഇൻ്റർവെൽ തന്നിട്ടില്ല അല്ലേ, ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to അല്ലേ. ഹിയർ f ഈസ് കണ്ടിന്യൂസ്. എന്തുകൊണ്ടാണ് റീസൺ, കാരണം f ഈസ് പോളിനോമിയൽ. എവരി പോളിനോമിയലാണ്. പോളിനോമിയലിൻ്റെ പ്രത്യേകത എന്താണ്, polynomial. So f is continuous. f is continuous. f എന്താണ് കണ്ടിന്യൂസ് ആണ്. എന്തുകൊണ്ടാണ് പോളിനോമിയൽ, എവരി പോളിനോമിയൽ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to by മീൻ എന്തായിരുന്നു, ഏത് തിയറാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം അല്ലേ, ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം IVT. there exists a x0 such that f of x0 equal to 3. ഓക്കെ അല്ലേ, f of x0 equal to 3. അപ്പം ഇത്രേ ചെയ്യാനുള്ളൂ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ കണ്ടിന്യൂസ് ആണോ നോക്കുക, പിന്നെ അതുപോലെ തന്നെ എന്താണോ നോക്കി വെച്ചാൽ മതി. കാരണം എന്തുകൊണ്ട്, നമ്മൾ 0യും 2ൻ്റെയും ഇടയിലായതുകൊണ്ടാണ് നമ്മൾ 3 എന്ന് പറയുന്ന എലമെൻറ്റ് ആണ് എന്നുള്ളതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് എടുത്തത്. ഇവിടെ ലെസ് ദാൻ നമ്മളിവിടെ f of 30 എന്ന് എഴുതിയ, സോറി f of 2 ആണ് അല്ലേ കുഞ്ഞാപ്പൂസ്, f of 2. അപ്പോൾ ലിമിറ്റ് അല്ലെങ്കിൽ ഇൻ്റർവെൽ എടുക്കേണ്ടത് 0യും 2 ആണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തൊരു മെത്തേഡാണ് ദി മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ. ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. അപ്പം നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ കാൽക്കുലേറ്റർ കൊണ്ടുപോയാൽ നിർബന്ധമാണ്. കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം, കാൽക്കുലേറ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് നോക്കാം. ഫൈൻഡ് എ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ x raised to 5 minus x equal to 3 in 0 to ആണ് എന്ന് പ്രൂവ് ചെയ്യണം within accuracy 0.1 by repeatedly dividing the interval in half and testing each half of for a root. ഇതിനെയാണ് മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ എന്ന് പറയുക. ബൈസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇപ്പോൾ ഒരു ലൈൻ എടുത്തു, ഈ ലൈന് ഇതിനെ പകുതിയാക്കും, എന്നിട്ട് ഇതിലാണോ ആ എലമെൻ്റ് ഉള്ളത് ഇതിലാണോ ഉള്ളത് നോക്കും. ഇതിൻ്റെ ഇടയിലാണ് എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെന്ത് ചെയ്യും, പകുതിയാക്കും. എന്നിട്ട് ഇതിലാണോ ഉള്ളത് നോക്കും, എന്നിട്ട് അതിനെ പകുതിയാക്കും. അങ്ങനെ പകുതി ഇതിലുള്ളതെങ്കിൽ ഇതിനെ പകുതി, പിന്നെ ഇതിനെ പകുതി, പിന്നെ അതിനെ പകുതി, അങ്ങനെ പകുതിയാക്കി ആ റിസൾട്ടിലേക്ക് എത്തിക്കുന്നതിനെയാണ്, ബൈസെക്റ്റ് ചെയ്ത് എത്തിക്കുന്നതിനെയാണ് മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സൊല്യൂഷൻ ഓക്കെ, എങ്ങനെ സൊല്യൂഷൻ കാണാൻ നോക്കാം. അപ്പം നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞത്, 0, 2 ആണ് ഇവിടെ ഉള്ളത്. എന്താണ് 0,2. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഹാഫ് ചെയ്യുക എന്നുള്ളതാണ്. 0 plus 2 divided by half which is equal to 1 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റും, എന്തെന്നാക്കും, ഇൻ്റർവെൽ അല്ലേ, കേസ്, ഫസ്റ്റ് കേസ് എന്ത് ചെയ്യും, സി കേസ് 1. ഓക്കെ, കേസ് 1 ഞാൻ അങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്ത് ചെയ്യും, 0, 1,
1 2. കാരണം നമുക്ക് എന്ത് കിട്ടി, ഹാഫ് പകുതി കിട്ടി. ഇതിൻ്റെ ഇടയിലുള്ള സെറ്റ് ഇതെന്ന് പറയുന്ന സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ ഈ വണ്ണിലുണ്ടോ നോക്കും, എഫ് ഓഫ് 1. ഓക്കെ, ആദ്യം നമ്മൾ എഫ് ഓഫ് 1 നോക്കും. എഫ് ഓഫ് 1 എത്ര നോക്കും. എഫ് ഓഫ് 1 ഈക്വൽ ടു എന്താ നോക്കുക. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1⁵ മൈനസ് 5 വിച്ച് ഈസ് 1 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ബട്ട് ഹിയർ എഫ് ഓഫ് 1 ഈസ് ലെസ് ദാൻ 3. അപ്പം 1 ലെസ് ദാൻ 3 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് 1 അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്താണ് 1 2 ആണ്. നമ്മൾ ഇനി അടുത്ത കേസ് ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, കേസ് 2 നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും, 1 2 ആയിരിക്കും. ഓക്കെ, 1 2. ഇനി 1 2 എങ്ങനെയാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുക, ബൈസെക്ഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, 1 + 2 ഡിവൈഡഡ് ബൈ 2 അല്ലേ, 1 + 2 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 3/2 വിച്ച് ഈസ് ഈക്വൽ ടു 1.5 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എഫ് ഓഫ് 1.5 എന്താ നോക്കാം, വിച്ച് ഈസ് ഈക്വൽ കാൽക്കുലേറ്റർ വേണം. 1.5 മൈനസ് 1.5 അല്ലേ. അപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റർ ഞാൻ എടുത്തു. അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്, 1.5 അല്ലേ മൈനസ് 1.5 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് 6. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിത് കിട്ടിയത് 6.093 ആണ്. 093 കേട്ടോ, 6.093. ഇതെന്താണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പം ഇവിടെ നമുക്ക് കിട്ടി ഈ 1.5 അതായത് മീഡിയയിൽ ഏതിലാണ് ഉണ്ടാവുക എന്ന് കിട്ടി. അപ്പം x0 ഉണ്ടാവുക, അതായത് ഇവിടെ നമുക്ക് കയ്യിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x0 ബിലോങ്സ് ടു 1.5 3 കൂടുതലാണ്. അതുകൊണ്ട് 1.5 കൂടുതൽ എടുത്താൽ പിന്നൊക്കെ കൂടുക ചെയ്യാം. അപ്പോൾ നമുക്ക് x0 ബിലോങ്സ് ടു 1,105 എന്ന് കിട്ടും. 1,105 അല്ലേ ഇതിൽ. അതായത് എന്തുകൊണ്ടാണ്, അതായത് 1 2 നമ്മൾ പാർട്ടീഷൻ ചെയ്യും. അതായത് 1 to 105 അതുപോലെ തന്നെ 105 to 2 അതിൽ ഏതിലാണ് x0 ഉണ്ടാവുക, 105. ഇനി കേസ് 3. അതിൽ നമ്മൾ കേസ് 3 നമ്മൾ എടുക്കുന്ന ഇതാണ് 1,105 ആണ് എടുക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 + 105 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 2.5 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.25 അല്ലേ കിട്ടുക. 1.25 ആണ് കിട്ടുക. ആണോ നോക്കിക്കാൾ കേട്ടോ. ഇനി അതിനൊരു ഇത് വേണ്ട, കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം. 2.5 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് 1.25. അപ്പോൾ ഇനി നമ്മളുടെ ഇൻ്റർവെൽ ഉണ്ടാവുക, ഇൻ്റർവെൽ സ്പ്ലിറ്റ് ചെയ്യും. ദെൻ ഹിയർ എന്താവും, ഇൻ്റർവെൽ സ്പ്ലിറ്റ് ചെയ്യും. ഏതിനാ, 1.1 1.25 അല്ലേ 25. അതുപോലെ തന്നെ 1.25, 1.5. ഇനി ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, എഫ് ഓഫ് 1.25 ചെക്ക് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇത് 3 കുറവാണെങ്കിൽ നമുക്ക് ഈ കുഞ്ഞാപ്പ് എടുക്കണ്ട, ഈ കുഞ്ഞാപ്പൂലാണുള്ളതെന്ന് പറയാം x0 അല്ലേ. അപ്പോൾ 1.25 നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ 1.25 അല്ലേ മൈനസ് 1.25 എത്ര കിട്ടുന്നത് നോക്കാം. ഏകദേശം 1.8 ആണ് കിട്ടുന്നത്.
അത് വല്ലാത്ത കുറവായിപ്പോയി. 1.8 ഏകദേശ വാല്യൂ കിട്ടുന്നത് 1.8 ആണ്. ഓക്കെ, 1.8 എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ 3, 3-നേക്കാട്ടിലും ലെസ് ദാൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടും. സോ എക്സ് നോട്ട് എവിടെ ഉണ്ടാവുക? ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞാപ്പൂല് എക്സ് നോട്ട് ഒരിക്കലും ഇതിലുണ്ടാവില്ല, ഇതിലുണ്ടാവില്ല. ഓക്കെ, ഇതിലുണ്ടാവില്ല. ഏതിലാണ് ഉണ്ടാവുക? ഈ കുഞ്ഞാപ്പൂലാണ് ഉണ്ടാവുക. എക്സ് നോട്ട് ബിലോങ്സ് ടു വേർ 1.25, 1.5. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇതിനെ വീണ്ടും കേസ് ഫോർ ഞാനിങ്ങനെ ഓരോന്ന് ആക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ആ ഇൻ്റർവെൽ ഏതാണ്? 1.25 to 1.5 ഉണ്ടാവുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 1.25 അല്ലേ, പ്ലസ് 1.25 പ്ലസ് 1.5 which is equal to 1.75 അല്ലേ, ഡിവൈഡഡ് ബൈ 2. ദാറ്റ് മീൻസ് 2.75 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഏകദേശം എത്ര കിട്ടും നോക്കാം. 2.75 അല്ലേ. 2.75 ഡിവൈഡഡ് ബൈ 2 അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക 1.375. ഓക്കെ, 1.375. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇതിനെ ഈ ഇൻ്റർവെല്ലിനെ നമുക്ക് മാറ്റി എഴുതാം. 1.25, 1.375. പിന്നെ അടുത്തത് 1.375. ഇവിടെ എത്തൂലല്ലേ. 1.375, 1.375, 1.5. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? സെയിം മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ ഇതേ മോഡലിൽ തന്നെ അടുത്തത് കൊടുക്കണം. അടുത്ത കേസ് എത്രയാണ്? 5 ആണ് ഉണ്ടാവുക. അപ്പം നമ്മൾ കുറച്ച് സ്പീഡ് ചെയ്യണം. ഞാൻ പിന്നെ ഇത് ഫസ്റ്റത്തെ ക്ലാസ് ആയതുകൊണ്ടാണ്. നിങ്ങൾ കൂടുതൽ ഹോംവർക്കുകളൊക്കെ ഇങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾ കൂടുതൽ ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ എക്സാമിന് ഇത് നമുക്ക് പറ്റുള്ളൂ, പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം നിങ്ങൾ അത് പ്രത്യേകം എന്ത് ചെയ്യുക? ശ്രദ്ധിക്കട്ടോ. ഓക്കെ, അടുത്ത കേസ്. ഇവിടെ പ്രൂവ് ദാറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറഞ്ഞതേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് സെക്ഷൻ കൺട്രോൾ X അടിക്കാം. നോക്കട്ടെ, അവിടെ കുറച്ച് കുഞ്ഞാപ്പുകളുണ്ട്. ഓക്കെ, റൈഡ് ചെയ്യാം. ഇവിടെ ഇത് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ കേസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേസ് 5 അല്ലേ. കേസ് 5. അപ്പോൾ കേസ് 5 നമ്മൾക്ക് എന്താ വരുന്നത് നോക്കുക. വിച്ച് ഈസ് 1. ഇവിടെ നമ്മൾ കേസ് 5 പറയാൻ കഴിഞ്ഞിട്ടില്ല, സോറി. എന്ത് ചെയ്യണം ഇനി? എഫ് ഓഫ് 1.375 ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.375 റേസ് ടു 5 മൈനസ് 1.375 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്താ കിട്ടുക നോക്കാം. 1.375 റേസ് ടു 5 മൈനസ് 1.375 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക 3.539 എന്ന് കിട്ടും. അതായത് ഏകദേശം 3.54 അക്യുറേറ്റ് ഏകദേശം കിട്ടും. വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 3 ആണ്. സോ എക്സ് നോട്ട് എവിടെ ഉണ്ടാവുക നോക്കുക. ഇതിലാണോ ഉണ്ടാവുക അല്ലെ ഇതിലാണോ? കാരണം ഇതെടുത്തിട്ടുണ്ട് എങ്കിൽ 1.5 ഈ കുഞ്ഞാപ്പ് എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് മാറും? 75 ഇതിൽ കൂടുക ചെയ്യുക. അപ്പോൾ നമ്മൾ ഇയാളെയാണ് ചൂസ് ചെയ്യേണ്ടത്. സോ എക്സ് നോട്ട് ബിലോങ്സ് ടു ഏത് കുഞ്ഞാപ്പു?
1.25 1.375 ഒന്ന് കിട്ടും. ഇനി നമ്മൾ ഇനിയും ചെയ്യാൻ പോവുകയാണ്. ഇനി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കേസ് അല്ലേ, അടുത്ത കേസ് ഞാൻ എഴുതണോ? എഴുതിയേക്കാം അല്ലേ, അല്ലെങ്കിൽ 1.25 സോറി ഇവിടെ 12 എന്ന് എഴുതിപ്പോയില്ലേ. 1.25 പ്ലസ് 1.375 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു, കേസ് എഴുതിയിട്ടില്ല കേട്ടോ, നേരത്തെ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 1.25 പ്ലസ് 1.375 വിച്ച് ഈസ് ഈക്വൽ ടു 2.625 അല്ലേ, which is divisible by 2, that is equal to 1.312 1.312 ഓക്കെ. അപ്പം 3125 1.312 എടുത്താൽ മതി, 1.31. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എഫ് ഓഫ് എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഇൻ്റർവെല്ല് മാറുക. എങ്ങനെയാണ് മാറുക നോക്കുക. 1.25 1.31, അതുപോലെ തന്നെ അടുത്ത് 1.31 1.375 ഇങ്ങനെയായി മാറും. ഇനി അടുത്ത് നമ്മൾ ഫംഗ്ഷന് വാല്യൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് 1.31 which is equal to 1.31 raised to 5 minus 1.31 അല്ലേ. ഇനി അതിൻ്റെ ആൻസർ കാണണം. അതായത് 1.31 raised to 5 minus 1.31 that is equal to 2.547, അതായത് which is equal to 2.55. അപ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ 3. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഏതാണ്? ഈ കുഞ്ഞാപ്പല്ല അല്ലേ, കാരണം ഇത് കുറവാണ് എന്ന് കിട്ടും. ഇതിൽ ചെറുതെടുത്താൽ 3.1 ചെറുതെടുത്താൽ ചെറിയ വാല്യൂ 3 കുറയും. അപ്പോൾ നമ്മൾ ഇതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് കിട്ടും. ഇനി അടുത്ത് നമ്മൾ ചൂസ് ചെയ്യുക ഏതാണ്? ഇൻ്റർവെല് 1. സോ x0 belongs to where x0 belongs to 1.31 1.375. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ഇനി x0 അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 1.31 പ്ലസ് 1.375 ഡിവൈഡഡ് ബൈ 2 which is equal to, നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? അത് ചെക്ക് ചെയ്യാണ്. 1.31 പ്ലസ് 1.375 which is equal to divisible by 2, that is equal to 1.34 എന്ന് കിട്ടും ഏകദേശം, മോർ ആക്യുറേറ്റ്. ഓക്കെ, അപ്പോൾ 1.3425 അല്ലേ, 1.34 എടുക്കാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ മാറും പിന്നെ അല്ലേ. 1.31 1.34, അതുപോലെ 1.34 1.375. ഓക്കെ, ഇനി നമ്മൾ ഇതിലാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ അടുത്തൊരു പേജിൻ്റെ കുറവുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ എഫ് ഓഫ് 1.34 which is equal to 1.34 raised to 5 minus 1.34, that is you will get 1.34 raised to 5 minus 1.34, that is equal to 2.98. okay, that is which is more accurate, 3.3 which is more accurate, 2.98 എന്ന് പറയുമ്പോൾ more accurate to this അല്ലേ. 0.1 കൊടുത്താൽ 3 ആക്യുറേറ്റ് ആണ്, അതായത് മോർ ആക്യുറേറ്റ് ആണ്. 2.98 ആണ്
ഓക്കെ, ശ്രദ്ധിക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 2.98. നമ്മളോട് മോർ ആക്യുറേറ്റ് ടു 0.1, 0 ആഡ് ചെയ്ത് നോക്കുക ഇതിലേക്ക്. അപ്പം എന്താ കിട്ടുക? 3ലേക്ക് എത്തില്ലേ? അപ്പം നമുക്ക് മോർ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന വിച്ച് ഈസ് ഈക്വൽ ടു 3, 2. സോ എക്സ് നോട്ട് ഈക്വൽ ടു എന്താണ്? 1.34. ഓക്കെ, എക്സ് നോട്ട് ഈക്വൽ ടു 1.34. അത് കണ്ടെയ്ൻ ചെയ്യുന്നത് ഏതിലാണ്? അല്ലെങ്കിൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഈ കുഞ്ഞാപ്പ് ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ ചെയ്യുന്നത്. ഇനി ഇതുപയോഗിച്ചിട്ടുള്ള പ്രൂഫ് എന്താണ്? ഹോംവർക്കുകളാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഡൗട്ടില്ലല്ലോ, ഏകദേശം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൂവ് ദാറ്റ്. നമ്മൾ ആദ്യത്തെ ഹോംവർക്കുകളാണ്. ഹോംവർക്ക്, ഒന്നാമത്തെ ഹോംവർക്ക്, പ്രൂവ് ദാറ്റ് ദി ഇക്വേഷൻ ഇത് 7 ഹാസ് എ സൊല്യൂഷൻ, അതായത് f(x) = 7 എന്ന് പറഞ്ഞിട്ട് എടുത്താൽ മതി. അങ്ങനത്തെ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയണം. അതിന് നമ്മൾ 0 അപ്ലൈ ചെയ്യുക, അപ്പോൾ ഒരു വാല്യൂ കിട്ടും. അതുപോലെ 1ഉം 2ഉം അപ്ലൈ ചെയ്യുക, അപ്പോൾ 7 അതിൻ്റെ ഏതിൻ്റെ ഇടയിലാണോ വരുന്നത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന് മെത്തേഡ്, ബൈസെക്ഷൻ മെത്തേഡാണ്. √7 എങ്ങനെയൊക്കെയാണ്? x = √7 എന്ന് കൊടുക്കാം. √2 ഒക്കെ ചോദിക്കൂട്ടോ, √7 എന്ന് കൊടുക്കുക. അപ്പോൾ x-2 എന്ന് കൊടുക്കും. x² = എന്തായിരിക്കും? 7 എന്ന് കിട്ടും. x² - 7 അല്ലേ =0. അപ്പം ഇതെന്ത് ചെയ്താൽ മതി? ഈ കണ്ടീഷൻ വെച്ചിട്ട് ബൈസെക്ഷൻ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 1ഉം 2ഉം അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ 3 അല്ലേ. അപ്പം ആക്യുറസി 0.01 ആണ്. നേരത്തെ 0.1 ആയിരുന്നു, 0.01 ആണ് കേട്ടോ. അടുത്തത് നാലാമത്തത് 0.1 തന്നെ. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുക? ഇതും കാണുക. ഓക്കെ, ഇനി അടുത്തത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫോർ സെക്കൻഡ് വേർഷൻ. സെക്കൻഡ് വേർഷൻ എന്താ പറയുന്നത്? ഒരു ഫംഗ്ഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB ആണ് എന്ന് നമ്മളെടുത്തു. അങ്ങനെയാണെങ്കിൽ f(x) ≠ c ആണെങ്കിൽ, ഒരു വാല്യൂവിന് ഈക്വൽ അല്ല എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും f(a) ശ്രദ്ധിക്കുക, f(a)നേക്കാട്ടിലും വലിയ വാല്യൂ ആണ് c എങ്കിൽ നിർബന്ധമായിട്ട് f(c) b-നേക്കാട്ടിലും വലിയ വാല്യൂ ആയിരിക്കും c. പ്രത്യേകം ശ്രദ്ധിക്കുക, f(x) ≠ c ആണ് എങ്കിൽ, ഫോർ ഓൾ x ബിലോങ്സ് ടു AB ആണ് എങ്കിൽ f(a) എന്ന് പറയുന്നത് c-നേക്കാട്ടിലും വലുതായിരിക്കും. f(a)ന്റെ വാല്യൂ c-നേക്കാട്ടും വലുതാണെങ്കിൽ f(b)ന്റെ വാല്യൂ c-നേക്കാട്ടും വലുതായിരിക്കും. അതുപോലെ തന്നെ f(x) ≠ c ആണെങ്കിൽ, ആണ് എന്നുള്ള കണ്ടീഷൻ ആണ് എങ്കിൽ, നമുക്ക് f(a)ന്റെ വാല്യൂ എന്താണോ ഗ്രേറ്റർ ദാൻ c ആണ് എങ്കിൽ f(b)ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ c ആയിരിക്കും. രണ്ടും ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അതാണ് കണ്ടീഷൻ. അതിന് എക്സാമ്പിൾ, ഓക്കെ, എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ നോക്കുക. സപ്പോസ് f ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1. അപ്പോൾ a തന്നിട്ടുണ്ട്, b തന്നിട്ടുണ്ട്. ദാറ്റ് ഹാസ് നോ √1 ഇൻ ദി ഇൻ്റർവെൽ. ഈ ഇൻ്റർവെല്ലിൽ എന്തില്ല? ആ ഫംഗ്ഷൻ റൂട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f(x) ≠ 0. എന്താണ്? f(x) ≠ 0 ആണ്. ആൻഡ് f(0)ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ്? 1. f(0)ന്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? f(x) എപ്പോഴും 0-നേക്കാളും വലുതാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സൊല്യൂഷൻ സിമ്പിളാണ്. ഓക്കെ, നമ്മൾ വലിയൊന്നും വിചാരിക്കാനില്ല, സൊല്യൂഷൻ സിമ്പിളാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിയർ f(x) ≠ 0. കാരണം ഹാസ് നോ റൂട്ട് എന്ന് പറഞ്ഞാൽ, റൂട്ട് എന്ന് പറഞ്ഞാൽ 0, f(x) = 0 ആവണം, ഒരു x ഉണ്ടാവണം ആണ്. അതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f(x) ≠ 0 ഫോർ ഓൾ x ബിലോങ്സ് ടു 0-3. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോട്ട് ഈക്വൽ ടു, ഇപ്പോൾ സീൻ്റെ മാതിരിയായി, f ഈസ് കണ്ടിന്യൂസ് ആണ്, ദെൻ ബൈ ആൻഡ് f(0) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, f(0) പറഞ്ഞാൽ f(a) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 1 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ, ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് കിട്ടി. ഗ്രേറ്റർ ദാൻ 0
ബൈ എന്താണ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം അല്ലേ, സെക്കൻഡ് വേർഷൻ അല്ലേ, സെക്കൻഡ് വേർഷൻ അല്ലേ, ബൈ സെക്കൻഡ് വേർഷൻ അല്ലേ, സെക്കൻഡ് വേർഷൻ അല്ലേ, ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം സെക്കൻഡ് വേർഷൻ എന്ത് ചെയ്യാം, എഫ് ഓഫ് ഫോർ ഓൾ ബി ബിലോങ്സ് 0 3 ഏതൊരു 3ലും ഇതിൻ്റെ ഇടയിലുള്ള ഏതൊരു ബിക്ക് എടുത്തിട്ടുണ്ടെങ്കിലും വി ഹാവ് നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എഫ് ഓഫ് 0 ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ, കാരണം ലോവർ ബൗണ്ട് ആണ് 0 എ എന്ന് പറയുന്നത്, എഫ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് ബിയും ഗ്രേറ്റർ ദാൻ 0 ആണ്. അതാണ് ഞാൻ പറയുന്നത് ഫോർ ഓൾ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ഫോർ ഓൾ ബി ബിലോങ്സ് ടു 0 3. Thus f of x is greater than 0 for all x belongs to 0 3. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇത്രയും കാര്യമുള്ളൂ, ഇങ്ങനെ ചെയ്യാനുള്ളൂ. ഇനി നമുക്കിപ്പോൾ ഉള്ള എക്സാമ്പിൾ ഹോംവർക്ക് ഉണ്ട്. ഒന്നാമത്തെ ഹോംവർക്ക്, സപ്പോസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്, എഫ് ഓഫ് എക്സ് മൈനസ് 2 ഈസ് നെവർ 0 ഓൺ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് കണ്ടിന്യൂസ് ആണ്, എഫ് ഓഫ് മൈനസ് 2 നെവർ 0 ഓൺ ദിസ്. എഫ് ഓഫ് 0 ഈക്വൽ ടു എന്താണ്, 0 ആണ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് എന്താണ്, ഗ്രേറ്റർ ദാൻ 2 ആണ് എന്ന് തെളിയിക്കണം ഫോർ ഓൾ n. സിമ്പിളാണ്. നമ്മളെന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സ് മൈനസ് 2 നോട്ട് ഈക്വൽ ടു 0 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ എഫ് ഓഫ് 0 എന്താണ്, 0 ആണ് എന്നും തന്നിട്ടുണ്ട് അല്ലേ. ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് വെച്ചാൽ മതി, എഫ് ഓഫ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, എഫ് ഓഫിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന്, സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ 3 ക്ലോസ്ഡ് ഇൻ്റർവെൽ 3 5. അങ്ങനെയാണ് എങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 4. 4 ആണ്, സീൻ്റെ പകരം ഇവിടെ എന്താണ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് പറയേണ്ടത്, ഷോ ദാറ്റ് എഫ് ഓഫ് 3 തന്നിട്ടുണ്ട്, 3 വിച്ച് ഈസ് ലെസ് ദാൻ 3 ആണ്, 4 ആണ് തന്നിട്ടുണ്ട്, സീനെയും കാട്ടിലും ലെസ് ദാൻ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഇത് ലെസ് ദാൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം സെക്കൻഡ് വേർഷൻ തന്നെ ഉപയോഗിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.